പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അന്ന് സായന്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തത ഉണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മുടെ ജീവിതത്തിനും പ്രത്യാശ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടുവെങ്കിൽ അവിടെ നിന്നെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ സുഖദുഃഖങ്ങളൊക്കെ അറിയുന്നുണ്ട്. നമ്മളും ദൈവവും തമ്മിലുള്ള ആ സ്നേഹബന്ധം ആഴപ്പെടുത്താം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾക്ക് അനുവദിക്കാം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെയും ദൈവം അവിടുന്ന് കാണുന്നുണ്ട്. അവിടുന്ന് എല്ലാ ദുഃഖങ്ങളെയും പ്രയാസങ്ങളൊക്കെയും അവിടുന്ന് കാണുന്നതനുസരിച്ച് അതിനെ ശാന്തമാക്കുന്നു, അതിനെ പ്രശാന്തമാക്കുന്നു. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് അനുഗ്രഹിക്കുന്നു, അവസരങ്ങൾ തരുന്നുണ്ട്. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.